ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു വൈക്കറ്റ് ഫിലിംസ്. അതെ, നമ്മൾ ഇൻട്രോ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു കിടിലം വിന്റേജ് ലാൻഡേൺ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോ വളരെ ഈസി ആയിട്ട് നമ്മൾ എങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞുതരാ. അപ്പോ ഒട്ട് ടൈം വീഡിയോ കിടക്കാം ഗൈസ്. അപ്പൊ നമ്മൾ ഈ ലൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഫ്രെയിം ആയിട്ട് യൂസ് ചെയ്യാൻ പോണത് ഫോം ഷീറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാർഡ്ബോർഡ് എടുക്കാം. ഞാൻ കാർഡ്ബോർഡ് സജസ്റ്റ് ചെയ്യാം, എനിക്കിപ്പോൾ കാർഡ്ബോർഡ് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഫോം ഷീറ്റിലാണ് ചെയ്യണേ ഗൈസ്. ഇനി നമുക്കിതില് ഒരു 6x15 സെന്റിമീറ്റർ വരുന്നത് 5 റെക്ടാങ്കിൾസ് കട്ട് ചെയ്തെടുക്കണം ഗൈസ്. അങ്ങനെ നമ്മൾ 5 പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിന്റെ ഉൾഭാഗം കട്ട് ചെയ്തെടുക്കണം. ഈ പുറത്ത് ഈ ഫ്രെയിം ഭാഗം മാത്രം മതി. അതിന് എങ്ങനെ കാണിച്ചു തരാം. അപ്പൊ ഞാൻ അത് ചെയ്യാനായിട്ട് നമ്മൾ എല്ലാ എഡ്ജിന്നും 1 സെന്റിമീറ്റർ വീതം ഉള്ളിലേക്ക് മാർക്ക് ചെയ്യാം ഗൈസ്. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്കിത് എല്ലാതും ഓരോന്നോരോന്നായി കട്ട് ചെയ്തെടുക്കണം ഗൈസ്. അങ്ങനെ നമ്മൾ 5 പീസും കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിന്റെ ബേസ് ഭാഗവും മേൽഭാഗവും ചെയ്യാനുള്ളത് നോക്കാം ഗൈസ്. അപ്പൊ ഇനി നമ്മൾ മേലത്തെ ട്രയാങ്കിൾ ആണ് ചെയ്യാൻ പോകുന്നത്. ട്രയാങ്കിൾ ചെയ്യാൻ ആദ്യം നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. അതിൽ 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്ത് വെക്കുക. നമ്മളൊരു കോമ്പസ് എടുത്തിട്ട് ആ കോമ്പസിൽ 6 സെന്റിമീറ്റർ ലെങ്ത് ഇവിടെ നിന്ന് എടുക്കുക. എന്നിട്ട് ആ ലെങ്ത് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ കണക്ട് ചെയ്യാം ഗൈസ്. അപ്പൊ നമ്മളാ ട്രയാങ്കിൾസ് 5 കട്ട് ചെയ്തെടുത്തു. ഇനി ഇതും നമ്മൾ നമ്മളെ മറ്റേ വലിയ പീസ് ചെയ്ത മാതിരി തന്നെ ഉള്ളിൽ 1 സെന്റിമീറ്റർ പുറത്തേക്ക് എടുത്തിട്ട് ഇതിന്റെ ഉള്ളിൽ കട്ട് ചെയ്ത് കളയണം ഗൈസ്. അങ്ങനെ നമ്മളെ ട്രയാങ്കിൾസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിന്റെ ബേസും കൂടെ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിന് ഹാങ് ചെയ്യാൻ പറ്റുമോ. അപ്പം ഇനി നമുക്ക് ബേസ് ചെയ്യാം ഗൈസ്. അപ്പം നമ്മൾ ബേസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ പെൻഡഗൺ ആണ് ഉണ്ടാക്കാൻ പോണേ. അപ്പൊ പെൻഡഗൺ ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മൾ 6 സെന്റിമീറ്ററിൽ ഒരു ലൈന് വരച്ചിടുക. നമ്മൾ ഇങ്ങനത്തെ പ്രൊട്രാക്ട് എടുത്തിട്ട് എല്ലാ സൈഡിലേക്കും 108 ഡിഗ്രി വീതം മാർക്ക് ചെയ്തിട്ട് അതിങ്ങനെ കണക്ട് ചെയ്ത് പോയാൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും, പെൻഡഗൺ. അപ്പൊ ഞാൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മള് പെൻഡഗൺ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതും മറ്റേതിലൊക്കെ ചെയ്ത മാതിരി 1 സെന്റിമീറ്റർ ഉള്ളിലായിട്ട് ആ ഉൾഭാഗം കട്ട് ചെയ്ത് കളയണം ഗൈസ്. അപ്പൊ നമുക്ക് വേണ്ട പീസസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്മൾ എടുത്തതിന്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് ആയിട്ട് A4 ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് അതിൽ നമ്മൾ ചെറിയ ഡിസൈൻ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ A4 എങ്ങനെ ഉണ്ടാക്കാൻ ഇടിഞ്ഞ് നമ്മള് ഒരു മാർക്കർ എടുക്കുക. നമ്മളെ സ്കെയില് അവിടെ ഇങ്ങനെ വെച്ചിട്ട് കുറെ റാൻഡം പാറ്റേൺസ് വരച്ചു കൊടുക്കാം. അങ്ങനെ ഒരു A4 മൊത്തം ഫില്ലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് സൈസിനനുസരിച്ച് കട്ട് ചെയ്യും ഗൈസ്. അങ്ങനെ നമ്മൾ റാൻഡം പാറ്റേൺസ് ഫുള്ള് വരച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ ഓരോ പീസസ് ആയിട്ട് എടുത്ത് ഇതിലിങ്ങനെ വെച്ചിട്ട് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മളിതിൽ ആ പീസസ് ആയിട്ട് ഒട്ടിക്കാം ഗൈസ്. അപ്പൊ നമ്മള് എല്ലാ പീസസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒക്കെ ഒട്ടിച്ചു കൊടുക്കാം ഗൈസ്. അപ്പൊ നമ്മൾ പശ വെച്ചു കൊടുത്തു. ഇനി ഇതിന്റെ മേലെ നമ്മൾ ഈ പീസസ് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഗൈസ്. അങ്ങനെ നമ്മൾ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞു. നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ കൂടി ഒരുമിച്ച് ഒട്ടിച്ച് ഒരു നമ്മൾ ഷേപ്പ് ആക്കി എടുക്കാം ഗൈസ്. അപ്പൊ നമ്മളെ ട്രയാങ്കിൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടാക്കിയപ്പോ ഇത് വല്ലാതെ ഉള്ളിലേക്ക് ഇരിക്കണ മാതിരി തോന്നി. അപ്പൊ നമ്മള് അത് മാറ്റിയിട്ട് കുറച്ച് ലെങ്ത് ഉള്ള ട്രയാങ്കിൾ വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചാൽ ആദ്യം സ്ട്രേറ്റ് ലൈൻ വരച്ചിട്ട് അതിൽ 6 സെന്റിമീറ്റർ മാർക്ക് ചെയ്യുക. നമ്മളെ കോമ്പസിൽ 8 സെന്റിമീറ്റർ എടുത്തിട്ട് മേലേക്ക് മാർക്ക് ചെയ്യണം ഗൈസ്. നമ്മൾ 8 സെന്റിമീറ്റർ എടുത്തിട്ട് 2 ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഈ പോയിന്റ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ട്രയാങ്കിൾസ് കട്ട് ചെയ്തെടുക്കണം. ഇതാ നമ്മൾ ചെയ്ത മാതിരി ഉള്ളില് കട്ട് ചെയ്തെടുക്കുക. അത്രേ ചെയ്യാവുള്ളൂ ഗൈസ്. അങ്ങനെ നമ്മൾ ഐറ്റം ഉണ്ടാക്കി കഴിഞ്ഞു. നമ്മൾ അടിഭാഗം ഒട്ടിച്ചു, മേൽഭാഗം ഒക്കെ ഒട്ടിച്ചു. ഇനി നമുക്ക് ഇതിലൊരു ബൾബ് ഹോൾഡർ കയറ്റണം. എന്നിട്ട് അതിന് കൊടുത്ത വയർ പുറത്തേക്ക് എടുക്കും വേണം. ഞാൻ അതെങ്ങനെ കാണിച്ചു തരാം ഗൈസ്. അപ്പം നമ്മൾ വയർ ഇടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഇങ്ങനത്തെ ഒരു ബൾബ് ഹോൾഡർ എടുക്കണം. എന്നിട്ട് നമ്മളെ ഈ സാധനത്തിന് ടോപ്പിൽ ഒരു ചെറിയ ഹോൾ എടുത്തിടുക. നമുക്കൊരു സാധാ വയർ ഇങ്ങനെ എടുക്കാം. നമുക്ക് എടുക്കാം ഉള്ളിൽ കൂടെ. ഇപ്പം നമ്മൾ ഇതിന്റെ മേലെ ചെറിയൊരു ഹോൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ള വയർ കയറ്റി കൊടുക്കാം കേട്ടോ. നമ്മൾ വയർ കയറ്റിയെടുത്തു. നമുക്ക് ഇതിന്റെ വയറിന്റെ ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാം. ഇനി ഇത് കണക്ട് ചെയ്യാനായിട്ട് നമ്മളെ വയർ രണ്ടും ഫ്രണ്ടൊന്നും ട്രിം ചെയ്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മടക്കിയിട്ട് നമ്മൾ ഈ ഇതിൽ വെച്ചിട്ട് സ്ക്രൂ ടൈറ്റ് ചെയ്താൽ മതി. നമ്മൾ ഹോൾഡർ സെറ്റാക്കി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ LED ബൾബ് ഇട്ടിട്ട് ജസ്റ്റ് നമ്മളെ സാധനത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമ്മളിത് ഈ ഭാഗം ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ലൈറ്റിന്റെ പണി ഫുള്ള് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനൊരു ചെറിയ സ്റ്റാൻഡും കൂടെ ഉണ്ടാക്കണത് തൂക്കിയിടാനായിട്ട്. ഇനി അതെങ്ങനെയാന്ന് നോക്കാം.
ഗൈസ് അപ്പം നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കാനായിട്ട് അത് നമ്മൾ 3 സെന്റിമീറ്റർ വിട്ട് തരണം. 3 സെന്റിമീറ്റർ വിട്ടും 15 സെന്റിമീറ്റർ ലെങ്ത്തും വരുന്ന 4 പീസസ് കട്ട് ചെയ്തിരിക്കണം. ഇനി നമ്മളിതിൽ 2 പീസസ് ഇങ്ങനെ കൂടെ ഒട്ടിച്ചേക്കണ്ടോ. ഏകദേശം നമ്മൾ 2 പീസ് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിത് എൽ ഷേപ്പിൽ ഒട്ടിച്ചെടുക്കണം. നമ്മളിതിലൂടെ ചെറിയൊരു ട്രയാങ്കിൾ പീസ് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ എങ്ങനെ നമ്മൾ ബൾബ് വെക്കുമ്പോൾ പൊട്ടി പോരായിരിക്കാം നമ്മൾ ചെറിയ ട്രയാങ്കിൾ പീസ് വെക്കുന്നുണ്ട് ഓരോ ഉറപ്പ് കിട്ടാൻ കേട്ടോ. അതിന്റെ സെറ്റായി. ഇനി നമുക്കിതിൽ ബ്രൗൺ പെയിന്റ് അടിക്കണം. എന്നാലേ അത് ഒരു വുഡൻ സ്റ്റൈൽ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ബ്രൗൺ പെയിന്റ് അടിക്കാൻ പോകണമെങ്കിൽ അപ്പൊ നമ്മൾ വുഡൻ പെയിന്റ് അടിച്ച് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഏറ്റവും എൻഡിലായി കൊണ്ടിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പൊ നമ്മള് ഹോൾ ഇട്ട് റെഡിയാക്കി. ഇനി നമ്മളെ ഉണ്ടാക്കിയ ലൈറ്റിന്റെ വയറില് അതിന്റെ അപ്പുറത്തെ എൻഡ് ആ എൻഡ് നമ്മൾ ഈ ഹോളിൽ കൂടെ പുറത്തേക്ക് എടുക്കണം. അതാ നമ്മളെ സാധനം സെറ്റായി. ഇനി നമുക്ക് നമ്മളെ പുറത്ത് കൊണ്ടുപോയി ഒട്ടിച്ചു കൊടുക്കാം. ഗൈസ് അപ്പൊ നമ്മള് സിമ്പിൾ ആയിട്ട് ജസ്റ്റ് നമ്മളെ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ചുമരിൽ ഒട്ടിച്ചു കൊടുക്കണുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മള് സാധനം കയറ്റി വെച്ചിട്ടുണ്ട്. ഓണാക്കിക്കോളൂ. കണ്ടാ സെറ്റ് സാധനം ഉണ്ട്. നല്ല രസം കിട്ടോ. 2 നമ്മൾ ഉണ്ടാക്കിയിരുന്നു. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളിതിൽ 2 കളക്ഷൻ ഇതാണ് എടുത്തിട്ടുള്ളത്. ഇതാ ആ ഹോൾഡർ എന്നാണ് 2 കണക്കെടുത്തത്. എങ്ങനെയുണ്ട് ഐറ്റം? സെറ്റല്ലേ? നല്ല ഭംഗിയുണ്ട് കാണാൻ. അടിപൊളിയായിട്ടുണ്ട്. ഗൈസ് അങ്ങനെ നമ്മൾ വിന്റേജ് ലാൻഡേൺ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കമന്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ ഇതേപോലത്തെ ഇനി DIY വീഡിയോസ് കിട്ടാനായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.